അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നറിയോ? പണം. അതാണ് പലർക്കും എല്ലാം നഷ്ടമാകുന്നത്. പണമില്ലാത്ത ഒരാളെ ആരും ഗൗരവത്തിലെടുക്കുന്നില്ല. അവൻ എത്ര നല്ല മനുഷ്യനാണെങ്കിലും, എത്ര നല്ല സത്യസന്ധനാണെങ്കിലും അവൻ്റെ വില കുറയാണ്. എത്ര നല്ല സമ്പന്നനാണെങ്കിലും അവൻ്റെ വില കൂടുകയാണ്. ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ സാമ്പത്തികമുള്ളവൻ മറ്റൊരു വശം, സമ്പത്തില്ലാത്തവന് മറ്റൊരു വശം. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പുറത്താളുകൾ നമ്മളെ അങ്ങനെ കാണുന്നതിൽ നമുക്ക് വിഷമമില്ല. പക്ഷേ ഒരു കാലത്ത് സ്വന്തം ഭാര്യ തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ പ്രായം, വിവാഹം കഴിഞ്ഞ ഉടനെ ആ ഒരു നല്ല മുഹൂർത്തം, തനിക്കെല്ലാമായിരുന്നു അവൾ. പുറത്തിറങ്ങിയാൽ വിഷമാണ് തിരിച്ചു വരുന്നത് വരെ. പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുകയാണ്. കത്തും ഫോണും കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. അവനും അങ്ങനെ തന്നെ സന്തോഷത്തോടെയുള്ള ജീവിതം. അങ്ങനെ ആ ജീവിതത്തിൽ മക്കളുണ്ടായി. ആ മക്കളൊക്കെ വലുതായി. ക്രമേണ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ആ മക്കളെയൊക്കെ വളർത്തി ഒരു നല്ല സ്ഥാനത്തെത്തിച്ച് പഠിപ്പിച്ച് ഉയർത്തി കൊണ്ടുവന്നു. അങ്ങനെ മക്കളൊക്കെ വലുതായപ്പോൾ ഈ ഭാര്യയുടെ മനസ്സങ്ങ് മാറുകയാണ്. പിന്നെ മക്കളുടെ സാന്നിധ്യത്തിലായി. ബാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം നേടിക്കൊടുത്തു, വീടുണ്ടാക്കി, എല്ലാ സമ്പാദ്യമായി. പക്ഷേ ഇപ്പോൾ വാപ്പക്ക് ജോലി ചെയ്യാൻ വയ്യ. ഇപ്പോൾ വാപ്പ വീട്ടിലിരിപ്പായപ്പോൾ ക്രമേണ ഭാര്യയുടെ മുമ്പ് കണ്ട ഭർത്താവല്ല ഇപ്പോൾ വേണമെങ്കിൽ ഭർത്താവ്, ഒരഭിനയ ഭർത്താവ്, ഒരഭിനയ ഭാര്യയായിട്ട് നമ്മുടെ കുടുംബം മാറിക്കൊണ്ടിരിക്കുകയാണോ? എല്ലാം ഭർത്താവിനോട് ചോദിച്ചല്ലാതെ ചെയ്യാത്ത കുടുംബം. ആ ഭർത്താവ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ താല്പര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഭർത്താവിൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല. മക്കളാണെല്ലാം നിയന്ത്രിക്കുന്നത്. മക്കളുടെ സാന്നിധ്യത്തിലാണ് ഭാര്യ ജീവിക്കുന്നത്. ഭർത്താവ് ക്രമേണ അവിടെ ചെറുതാവുകയാണ്, വിഷമിക്കുകയാണ്. പഠിച്ചവനെ കയ്യിൽ കാശുണ്ടായിരുന്നപ്പോൾ ജീവിക്കുന്ന കാലത്ത് ഇവളെന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നവൾ ഇപ്പോൾ അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നല്ലോ. ഒരു ചെറിയ ബോഡി ലാംഗ്വേജ് കൊണ്ട് പോലും ആ ഭർത്താവിൻ്റെ മനസ്സ്, പിതാവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്ന് മക്കളും ഭാര്യയും തിരിച്ചറിയുന്നില്ല. പണമല്ല വലുത്. ഏറ്റവും വലുത് മനസ്സിൻ്റെ സത്യസന്ധതയാണ്, നിഷ്പക്ഷതയാണ്, സ്നേഹമാണ്. സ്നേഹത്തിന് വിലയില്ല ഇപ്പോൾ സമ്പത്തിനാണ് വില. സമ്പത്തുണ്ടോ അവനെല്ലാം ആണ്, സമ്പത്തില്ലേ അവനൊന്നിനും കൊള്ളൂല. സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ പോലും തരം താഴുന്ന ഗതികെട്ട ഭർത്താക്കന്മാർ. അത്യാവശ്യം പണമുണ്ടാക്കി സാമ്പത്തികമായി ഗൾഫ് രാഷ്ട്രത്തിലൊക്കെ ജോലി ചെയ്ത് പ്രവാസിയായി കുറേ കാലം ജീവിച്ച് കുറേ രോഗങ്ങളുമായി നാട്ടിലെത്തുമ്പോൾ അവഗണിക്കുന്ന ഭാര്യമാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സ്വർഗ്ഗമില്ല കേട്ടോ. നിങ്ങൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടൊരു ഇബാദത്തും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഭർത്താവിന് വയ്യാണ്ടാകുമ്പോൾ, സാമ്പത്തികമില്ലാതാകുമ്പോൾ ആ ഭർത്താവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഭാര്യമാരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവസാനം അവർക്ക് ഗതിയില്ലാതെ വരുമ്പോൾ, മക്കൾ വലുതാകുമ്പോൾ ക്രമേണ അതെല്ലാം തിരിച്ചു പക വീട്ടാനുള്ള ചിന്തയോടെ ഭാര്യയും ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിശക്തിയുള്ളത് ഭാര്യക്കാണ്. കാരണം ഭാര്യ ഒന്നും മറക്കില്ല. പല സ്ത്രീകളും പറയും, ഉസ്താദേ ഒന്നും ഓർമ്മയില്ല. അല്ല, ഒക്കെ ഓർമ്മ ഉണ്ടാവും. ഒരു പ്രശ്നമുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവ് ഏത് കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വന്ന് അതൊക്കെ വിളിച്ച് പറയും. അന്നും ഭാര്യ മറക്കില്ല, അതവിടെ കിടക്കും. അതെല്ലാം തികട്ടി വരും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാം തികറ്റി വരും. അതൊക്കെ അവർക്ക് നല്ല ബുദ്ധിശക്തിയാണ്. നല്ലതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നല്ലത് ഭർത്താവ് കുറേ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല.
മോശമായി എന്തെങ്കിലും മനസ്സിലുണ്ടോ അതൊക്കെ ഓർമ്മ ഉണ്ടാവും. നല്ല ബുദ്ധിശക്തിയാണ് ഭാര്യമാർക്ക്. പക്ഷേ പല ഭർത്താക്കന്മാരും സത്യസന്ധമായി വിളിച്ചു പറയുന്ന സത്യം വീട്ടിലൊന്നും അല്ലാണ്ടാവുകയാണ്, ആരും അല്ലാണ്ടാവുകയാണ്. മക്കളുടെ മുന്നിൽ ഇത്രകാലം പോറ്റി വളർത്തിയ മക്കളും ഇത്രകാലം എല്ലാമായിരുന്ന ഭാര്യയും ക്രമേണ എല്ലിൽ നിന്ന് അകന്നു പോകുന്നല്ലോ റബ്ബേ. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന എത്ര കുടുംബങ്ങൾ. ഒരിക്കലും നിങ്ങളെ നിസ്കാരം, നിങ്ങളെ ഇബാദത്തും എല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന് ഈ ഭാര്യമാരോടും ഈ മക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭർത്താവിനെ, ആ ഉപ്പാനെ ചേർത്ത് പിടിക്കുക. ആ ഉപ്പാൻ്റെ മനസ്സ് നിറയെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുപോലും വിഷമം ഉണ്ടാക്കാതിരിക്കുക. അതല്ല, നിങ്ങൾക്ക് ദുന്യാവും പണവും മാത്രം മതിയെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ സ്വർഗമൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ദുന്യാവ് മാത്രം മതിയെങ്കിൽ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ, സ്നേഹമുള്ളൊരു മനസ്സ് നൽകട്ടെ. പണത്തിനേക്കാൾ അപ്പുറം സ്നേഹിക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സ്, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഭർത്താവിനോടുള്ള ബഹുമാനം, ഭാര്യയോടുള്ള സ്നേഹം, ഇതൊക്കെ നിലനിൽക്കുന്ന നല്ലവരായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.